പാലക്കാട് നിന്ന് ലതീഷ് നൽകുന്ന റിപ്പോർട്ടാണ് ഇന്നത്തെ ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട്. ബാത്റൂമിൽ ഒളി ക്യാമറ വെച്ച പോലീസുകാരൻ പിടിയിലായി എന്നാണ് വാർത്ത. പാലക്കാട് നെന്മാറ വല്ലങ്ങി ലൈബ്രറിയിൽ മൊബൈൽ ക്യാമറ സ്ഥാപിച്ച സിവിൽ പോലീസ് ഓഫീസർ രൺബീറിനെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് അറസ്റ്റിലായ രൺബീർ. നെന്മാറ വല്ലങ്കി ലൈബ്രറി മൂത്രപ്പുരയുടെ എയർഹോളിലാണ് ഇയാൾ മൊബൈൽ ക്യാമറ സ്ഥാപിച്ചത്. മൂത്രപ്പുരയിൽ പോയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഫോൺ കണ്ടതോടെ സംശയം തോന്നി. ഇവർ സമീപത്തെ വീട്ടുകാരെ വിവരമറിയിക്കുകയും വീട്ടുകാരെത്തി പരിശോധിച്ച് മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ഫോണിലെ ഫോട്ടോ വെച്ച് ആളെ തിരിച്ചറിയുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇയാളെ ഈ പരിസരങ്ങളിൽ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ തന്നെയാണ് രൺബീറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊല്ലം കരിക്കോട് എക്സൈസ് സംഘത്തിന് നേരെ കഞ്ചാവ് കേസ് പ്രതിയുടെ ആക്രമണം. 5 പേർക്ക് പരിക്കേറ്റു. ജനൽ ചില്ല് ഉപയോഗിച്ച് ഇയാൾ ആക്രമിക്കുകയായിരുന്നു. മീശ മാധവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷംനാദാണ് പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തു. കഞ്ചാവ് വിൽക്കുന്നെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കോടുള്ള ഷംനാദിന്റെ വീട്ടിൽ എക്സൈസ് പരിശോധനയ്ക്കെത്തിയത്. എക്സൈസ് സംഘത്തെ കണ്ട ഷംനാദ് ജനൽ ചില്ലുകൾ കൊണ്ട് എക്സൈസ് സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. റേഞ്ച് ഇൻസ്പെക്ടർ അനിൽ, മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരായ അരുൺ, ആന്റണി, ശരത്, അഖിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രതി ഷംനാദിന്റെ കൈക്കും പരിക്കേറ്റു. ഇന്നലെ ദിവസം രാവിലെ ശിവറാം സ്കൂളിന്റെ മുമ്പ് സംബന്ധിച്ച് 35 ഗ്രാം, ഏകദേശം 90-95 പൊതി ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഷംനാദ് എന്ന മീശ മാധവനെ അറസ്റ്റ് ചെയ്ത് റിക്കവറിയിൽ തയ്യാറാക്കി ഓഫീസ് ഹാജരായി. ഇയാളെ പിടിക്കുന്ന സമയത്ത് ഞങ്ങളെ താഴെ കിടന്ന ഗ്ലാസ് കൊണ്ട് ഉപദ്രവിക്കുകയും എൻ്റെ കൂടെ കണ്ട പാർട്ടിയിലുണ്ടായിരുന്ന 3-4 പേർക്ക് പരിക്കുവയ്ക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ കാണിച്ചു, ഓഫീസിൽ തിരിച്ചെത്തി. 3-5 കേസിലെ മോഷണം ഉൾപ്പെടെയുള്ള 3-5 കേസിലെ പ്രതിയാണ് പുലിയല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. മോഷണവും കഞ്ചാവ് കടത്തും തൊഴിലാക്കിയ ഷംനാദ് നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രം മീശ മാധവനെ അനുകരിച്ച് മോഷണങ്ങൾ നടത്തുന്നതിനാലാണ് നാട്ടുകാർ ഇയാളെ മീശ മാധവൻ എന്ന് വിളിക്കുന്നത്. പ്രതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പമ്പാടി നെഹ്റു കോളേജിൽ ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന് അധികൃതരുടെ ഉറപ്പ്. ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ച് ഉപരോധം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്നും നാളെ ചേരുന്ന PTA എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും പ്രിൻസിപ്പൽ എഴുതി നൽകി. ജിഷ്ണുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലെ 4ാം വർഷ വിദ്യാർത്ഥികളായ അതുൽ ജോസ്, നിഖിൽ ആന്റണി, സുജേഷ്, മുഹമ്മദ് ആഷിഖ് എന്നിവരെ പുറത്താക്കാൻ അധികൃതർ തീരുമാനമെടുത്തിരുന്നു. ഇവിടെ കള്ളു കുടിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്ന ഞങ്ങൾ 2 പേർക്കെതിരെ കേസെടുക്കാൻ വരെ ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്കിന് വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പിന്മാറിയിട്ടില്ല. ഇപ്പോഴും ശക്തമായ സമരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ SFI, KSU, ABVP പ്രവർത്തകർ സമരം ശക്തമാക്കി. ക്ലാസ് ബഹിഷ്കരിച്ച പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫാർമസി വിഭാഗം പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നും പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ നിലപാടെടുത്തതോടെ അധികൃതർ വഴങ്ങി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രേഖാമൂലം അവരുമായി ചർച്ച ചെയ്തതിൻ്റെ അവസാനത്തിലാണ് ഈ സമരം ഇപ്പം തീരുന്നത്. 4 വിദ്യാർത്ഥികളെ പുറത്താക്കിയവരെ അവർക്ക് മേൽ ഇനി യാതൊരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കില്ല എന്ന് ഈ കരാറിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഈ 4 പേരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയും യാതൊരു തരത്തിലുള്ള ഡിസിപ്ലിൻ ആക്ഷനും എടുക്കില്ല എന്നും അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടിയുണ്ടാവില്ലെന്ന പ്രിൻസിപ്പൽ ഡോക്ടർ B. ശ്രീധരൻ എഴുതി നൽകി. നാളെ ചേരുന്ന PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ഇത് ലംഘിക്കപ്പെട്ടാൽ സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. ആദിവാസി ഫണ്ടിൽ തിരിമറി നടത്തിയ വയനാട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 7 പേർക്കെതിരെ വിജിലൻസ് കേസ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള എൻട്രൻസ് കോച്ചിങ്ങിന്റെ പേരിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറിയിലാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. 2015-2016 സാമ്പത്തിക വർഷത്തിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് TSP ഫണ്ടിൽ നിന്നും 33,06,700 രൂപ +1, +2 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് അനുവദിച്ചിരുന്നു. 276 പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് കോച്ചിംഗ് നൽകാനായിരുന്നു പദ്ധതി. അമേരിക്കൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്വകാര്യ സ്ഥാപനത്തെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ഥാപന മേധാവി ഹാജർ ബുക്കിൽ കൃത്രിമം കാട്ടി തുക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് നടപടി. 205 കുട്ടികൾക്ക് കോച്ചിംഗ് നൽകിയതായി ഇവർ വ്യാജരേഖയുണ്ടാക്കി സമർപ്പിച്ചു. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി ഇതിന് ഒത്താശ ചെയ്തു. കേസിൽ പ്രതികൾ ഇവരാണ്: സ്ഥാപന മേധാവി KP ഫിലിപ്പ്, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ,
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ ബാബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമ്മ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CK മോഹനൻ, ഹെഡ് ക്ലർക്ക് CB തോമസ്. പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് തെളിഞ്ഞതിനെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ബോളിവുഡ് സുന്ദരി സണ്ണി ലിയോണിനെ ഉത്തർപ്രദേശ് പോലീസ് ചോദ്യം ചെയ്തേക്കും. 3700 കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് താരത്തിനെതിരെ നടപടി. സാമൂഹിക മാധ്യമങ്ങളിൽ ലൈക്കുകൾക്ക് പണം നൽകുമെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ വഴി പണം തട്ടിയെന്നാണ് സണ്ണി ലിയോണെതിരെയുള്ള ആരോപണം. സാമൂഹിക മാധ്യമങ്ങളിലെ ലൈക്കുകൾക്ക് പണം നൽകുമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ ബോളിവുഡ് നടി സണ്ണി ലിയോണിനെ ഉത്തർപ്രദേശ് പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. 3700 കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി. കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ പ്രധാന പ്രതിയായ അനുഭവ് മിത്തൽ ഗ്രേറ്റർ നോയിഡയിലെ ക്രൗൺ പ്ലാസയിൽ സംഘടിപ്പിച്ച കൊമേഴ്ഷ്യൽ പോർട്ടലിന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ സണ്ണി ലിയോണും പങ്കെടുത്തിരുന്നു. നടിക്ക് മിത്തലുമായുള്ള ബന്ധം സംബന്ധിച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾക്ക് നൽകുന്ന ലൈക്കുകൾക്ക് ഓരോന്നിനും 5 രൂപ വീതം നൽകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പണത്തട്ടിപ്പ്. മിത്തൽ 7 ലക്ഷത്തോളം നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ്. മറ്റ് സെലിബ്രിറ്റികളും തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പരാതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നോയിഡയിൽ നടത്തിയ പരിശോധനയിൽ 3 പേർ ഉൾപ്പെടെ അറസ്റ്റിലായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ ഒന്നാണിത്. കേസിൽ സണ്ണി ലിയോൺ കൂടി ഉൾപ്പെടുന്നതോടെ കൂടുതൽ സെലിബ്രിറ്റികളിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. മലപ്പുറം മുന്നൂർ സ്കൂൾ മാനേജ്മെന്റിന്റെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ അധ്യാപകൻ അനീഷിന്റെ ഭാര്യയ്ക്ക് അതേ സ്കൂളിൽ ആശ്രിത നിയമനത്തിന് സർക്കാർ ഉത്തരവിട്ടു. അനീഷിന്റെ ഭാര്യ ഷൈനി രാജന് ജോലി നൽകാതിരിക്കാൻ മാനേജർ നടത്തിയ ചട്ടവിരുദ്ധ നിയമനം റദ്ദാക്കിയാണ് പുതിയ ഉത്തരവ്. ഷൈനി രാജന് ജോലി നിഷേധിക്കാൻ മുന്നിയൂർ സ്കൂൾ മാനേജർ 2 പേരെ അനധികൃതമായി നിയമിച്ചിരുന്നു. ഇത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദാക്കി. തുടർന്ന് 2015 ജൂൺ 6 മുതലുള്ള HSA നാച്ചുറൽ സയൻസ് തസ്തികയിൽ ഷൈനി രാജനെ നിയമിക്കാൻ മലപ്പുറം DDE ഉത്തരവിട്ടു. ഇതിനിടയിൽ ഉന്നത ബിരുദധാരിയായ ഷൈനിയെ താൽക്കാലിക ഒഴിവിൽ തൂപ്പുകാരിയായി നിയമിച്ച് അപമാനിക്കാനും മാനേജർ ശ്രമിച്ചു. സർക്കാർ ഉത്തരവനുസരിച്ച് ആശ്രിത നിയമനത്തിന് ഷൈനി നൽകിയ അപേക്ഷ നിരസിച്ച ശേഷമാണ് തൂപ്പുകാരിയായി നിയമനം നൽകാമെന്ന് മാനേജർ അറിയിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഷൈനി പരാതി നൽകി. ഇതോടെ നീതിയുടെ വഴികൾ തുറന്നു. 2014 സെപ്റ്റംബർ 2-നാണ് അനീഷ് ജീവനൊടുക്കിയത്. കേസിൽ സ്കൂൾ മാനേജർ VP സൈതലവി പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പാറ്റൂർ കേസിൽ വിജിലൻസിന് കോടതിയുടെ വിമർശനം. 1 വർഷമായിട്ടും ദ്രുത പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കാത്തത് വീഴ്ചയെന്ന് കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തി ശാസിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലോകായുക്തയുടെ പരിഗണനയിലായതിനാലാണ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വൈകുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് മൊഴി നൽകി. 15 ദിവസത്തിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും കോടതി അന്ത്യശാസനം നൽകി. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ ദ്രുത പരിശോധന റിപ്പോർട്ട് 2 ആഴ്ചക്കകം ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി അന്ത്യശാസനം നൽകുകയായിരുന്നു. കേസെടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നതെന്നും കോടതി വിജിലൻസിനോട് ചോദിച്ചു. രേഖകൾ കൈമാറുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെയും കോടതി വിജിലൻസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദ്രുത പരിശോധന 2014 ആരംഭിച്ചിട്ടും കേസെടുക്കാൻ വൈകുന്നതാണ് കോടതി പ്രധാനമായും വിജിലൻസിനോട് ഉന്നയിച്ച ചോദ്യം. അതേസമയം വിജിലൻസിന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ രേഖകൾ VS അച്യുതാനന്ദൻ കോടതിക്ക് കൈമാറി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷണും ഒപ്പിട്ട രേഖകളാണ് VS കോടതിയിൽ ഹാജരാക്കിയത്. ഈ രേഖകൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനും കൈമാറി. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം 6 പേരെ പ്രതി ചേർത്താണ് VS കോടതിയിൽ ഹർജി നൽകിയത്. പാറ്റൂരിലെ വാട്ടർ അതോറിറ്റിയുടെ സർക്കാർ ഭൂമി കയ്യേറി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഹായം നൽകിയെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GCDA ചെയർമാന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കാണാതായ വീട്ടുപകരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. GCDAയുടെ ഉടമസ്ഥയിലുള്ള മുണ്ടൻവേലിയിലെ ഫിഷ് ഫാമിൽ നിന്നാണ് AC ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തത്. മുൻ ചെയർമാൻ N വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപകരണങ്ങൾ ഫിഷ് ഫാമിൽ എത്തിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. GCDAയുടെ പുതിയ ചെയർമാൻ CN മോഹന് താമസ സൗകര്യമൊരുക്കാൻ ഗസ്റ്റ് ഹൌസ് പരിശോധിച്ചപ്പോഴാണ് വീട്ടുപകരണങ്ങൾ കാണാതായതായി ബോധ്യമായത്. 2 എയർ കണ്ടീഷണറുകൾ, 3 സീലിംഗ് ഫാനുകൾ, സെറ്റി, കുഷൻ ചെയറുകൾ എന്നിവ ഉൾപ്പെടെ ലക്ഷങ്ങളുടെ വസ്തുവകകളാണ് കാണാതായത്. ഇതിനെ തുടർന്ന് GCDA സെക്രട്ടറി കടവന്ത്ര പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായവയിൽ ചിലത് മുണ്ടൻവേലി ഫിഷ് ഫാമിൽ നിന്നും കണ്ടെത്തിയത്. എയർ കണ്ടീഷണർ, സോഫ സെറ്റ്, കസേര എന്നിവയാണ് കണ്ടെത്തിയത്. മുൻ ചെയർമാൻ N വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് വീട്ടുപകരണങ്ങൾ മുണ്ടൻവേലിയിലെ ഫിഷ് ഫാമിലേക്ക് കൊണ്ടുവന്നതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. മുൻ ചെയർമാൻ കോൺഗ്രസ് നേതാവ് N വേണുഗോപാലിനോട് പണമടച്ച് ബാധ്യത തീർക്കാൻ GCDA രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു.
വേണുഗോപാലിന്റെ കാലത്താണ് 60 ലക്ഷം രൂപ മുടക്കി GCDA ചെയർമാന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചത്. ഇതിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ചില വസ്തുക്കളാണ് വേണുഗോപാൽ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് താമസം മാറിയതോടെ കാണാതായത്. ഇപ്പോൾ കണ്ടെടുത്തതുകൂടാതെ നഷ്ടപ്പെട്ടവയിൽ മറ്റ് ചിലത് കൂടി ലഭിക്കാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അവ GCDAയുടെ നിയന്ത്രണത്തിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് കടവന്ത്ര SI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടുക്കി ഇടമലക്കുടിയിൽ ചികിത്സാ സൗകര്യത്തിന്റെ അഭാവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ചികിത്സ ലഭിക്കാൻ പൂർണ്ണ ഗർഭിണിയായ യുവതി നടന്നത് 7 കിലോമീറ്ററിലധികമാണ്. ുള്ള ഉത്തരവാണ് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ KN രാഘവൻ പുറത്തിറക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ PA നൌഷാദിൽ നിന്ന് 50 കോടി രൂപ പിഴ ഈടാക്കാനാണ് ഉത്തരവ്. 2 വർഷത്തിനിടെ 1500 കിലോ സ്വർണം കടത്തിയെന്ന് മൊഴി നൽകിയ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ അസിസ്റ്റന്റായിരുന്ന ജാബിൻ K ബഷീറിന് 20 കോടി രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കേസിലെ 54 പ്രതികളിൽ നിന്നായി 90 കോടി രൂപ പിഴ ഈടാക്കാനാണ് നിർദ്ദേശം. പ്രതികളുടെ 15ഓളം വാഹനങ്ങളും മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്ത 3 കിലോ സ്വർണ്ണാഭരണങ്ങളും കണ്ടുകെട്ടാനും ഉത്തരവായിട്ടുണ്ട്. നൌഷാദ് നേതൃത്വം നൽകിയ സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട സലീമിൽ നിന്ന് 2015 മെയ് 24-ന് 8 കിലോ സ്വർണവും മറ്റൊരാളിൽ നിന്ന് 5 കിലോ സ്വർണവും പിടിച്ചെടുത്തതോടെയാണ് കേസന്വേഷണം തുടങ്ങിയത്. 2013 അവസാനം മുതൽ 2000 കിലോയോളം സ്വർണം നെടുമ്പാശ്ശേരി വഴി കടത്തിയതായി കസ്റ്റംസിന് മൊഴി ലഭിച്ചു. സ്വർണ്ണക്കടത്തിലൂടെ കയ്യിൽ വന്ന പണം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്കാണ് നൌഷാദ് ഒഴുക്കിയതെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കോഫെ പോസ തടവിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ കേസിലെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം ഒയൂർ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് തുറക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലം ജില്ലാ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. തുടർന്ന് കൊല്ലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് 2-ന് മാനേജ്മെന്റ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന ഉറപ്പിനുമേൽ വിദ്യാർത്ഥികൾ ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 മാസമായി കോളേജ് അടച്ചിട്ടതിനെ തുടർന്നാണ് SFI സമരം ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗവർണർ നാളെ തീരുമാനമെടുത്തേക്കുമെന്ന് സൂചന. പനീർശെൽവവും ശശികലയും ഗവർണർ വിദ്യാസാഗർ റാവുമായി കൂടിക്കാഴ്ച നടത്തി. രാജി പിൻവലിക്കാൻ തയ്യാറെന്ന് ഗവർണറെ അറിയിച്ചതായും നീതി നടപ്പാക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതായും പനീർശെൽവം പ്രതികരിച്ചു. AIADMK ജനറൽ സെക്രട്ടറി ശശികലയും കാവൽ മുഖ്യമന്ത്രി പനീർശെൽവവും ഗവർണർ വിദ്യാസാഗർ റാവുവിനെ കണ്ട് സർക്കാർ ഉന്നയിക്കാൻ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി തമിഴകം കാത്തിരിക്കുന്നത് ഗവർണറുടെ തീരുമാനത്തിനാണ്. തന്റെ രാജി പിൻവലിച്ച് വിശ്വാസ വോട്ട് തേടാൻ അനുവദിക്കണമെന്നാണ് പനീർശെൽവം ആവശ്യപ്പെട്ടത്. ഇരുവരുടെയും കൂടിക്കാഴ്ച 10 മിനിറ്റ് നീണ്ടുനിന്നു. നല്ലത് നടക്കുമെന്നും സത്യം ജയിക്കുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഗവർണറെ കണ്ട ശേഷം പനീർശെൽവം പ്രകടിപ്പിച്ചത്. தர்மம் தன் வாழ்வதை சூதுக்கவும் மீண்டும் உறுதியாக தர்மமே வெல்லும் அனைவருக்கும் நன்றி, வணக்கம். പിന്നാലെ 7:30 ശശികലയും രാജ്ഭവനിലെത്തി തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടു. ചെന്നൈ മറീന ബീച്ചിലെ ജയലളിതയുടെ സമാധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ശശികല ഗവർണറെ കണ്ടത്. മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ഇരുവരും രാജ്ഭവനിലെത്തിയത്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വന്നാൽ പനീർശെൽവത്തെ പിന്തുണയ്ക്കുമെന്ന് DMKയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. അധികാരത്തിനായുള്ള കുതിരക്കച്ചവടവും MLA-മാരുടെ അജ്ഞാതവാസവും ഇന്ത്യൻ ചരിത്രത്തിൽ പുതുമയല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 1 മാസത്തോളമാണ് MLA-മാർ അജ്ഞാതവാസത്തിന് പോയത്. 2006-ൽ അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച MLA-മാർ ആഴ്ചകളോളം ആലപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിൽ ഒളിവ് ജീവിതം നയിച്ചു. ശശികലയെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒളിവ് ജീവിതവും മറ്റൊരു ചരിത്രാവർത്തനം ആവുന്നു. നിയമസഭയിൽ ശക്തി തെളിയിക്കുന്നതുവരെ MLA-മാരെ ഒളിവിൽ പാർപ്പിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി NT രാമറാവു ആണ്. 1984-ൽ N ഭാസ്കര റാവുവിന്റെ നേതൃത്വത്തിൽ തെലുങ്ക് ദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 161 MLA-മാരുമായി NTR ബംഗളൂരുവിൽ ഒളിവിൽ പോയി. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളപ്പോഴായിരുന്നു മന്ത്രിസഭയിലെ രണ്ടാമൻ N ഭാസ്കര റാവുവിനെ കോൺഗ്രസ് പിന്തുണയോടെ ഗവർണർ മുഖ്യമന്ത്രിയാക്കിയത്. 161 MLA-മാരുമായി NTR പിന്നീട് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയാണ് ശക്തി തെളിയിച്ചത്. 1 മാസത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം NTRന് തിരികെ ലഭിച്ചു. 2002-ൽ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് മന്ത്രിസഭയും പ്രതിസന്ധിയിലായി. പ്രതിസന്ധി തരണം ചെയ്യാൻ അന്ന് AICC ജനറൽ സെക്രട്ടറിയായിരുന്ന വയലാർ രവിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളമാണ് കോൺഗ്രസ് NCP സാമാജികർ ഇൻഡോറിൽ ഒളിവിൽ താമസിച്ചത്. അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച മന്ത്രിമാർ 1 മാസത്തോളമാണ് 2006-ൽ ആലപ്പുഴയിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. 2008-ൽ യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ ഓപ്പറേഷൻ താമര എന്ന പേരിൽ BJP വിമതരും പ്രതിപക്ഷ MLA-മാരും രംഗത്തെത്തി.
വിശ്വാസ വോട്ട് തേടുന്നതിനിടെ കേരളത്തിലും ഗോവയിലുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായി നിരവധി തവണയാണ് MLA-മാർ തമ്പടിച്ചത്. പിന്തുണയ്ക്കുന്ന MLA-മാരെ ചെന്നൈ വിമാനത്താവളത്തിന് സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒളിപ്പിച്ച ശശികലയുടെ നീക്കവും മറ്റൊരു ചരിത്രത്തിന്റെ ആവർത്തനമാവുകയാണ്. മനു ശങ്കർ, ദില്ലി.